വഖഫ് ബില്ലിൽ രാത്രി വൈകിയും ലോക്സഭയിൽ ചർച്ചകൾ വളരെയധികം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചർച്ചയ്ക്കിടെ ലോക്സഭയിൽ ഹൈബി ഈഡൻ എംപിയും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും തമ്മിൽ സംഘർഷവും ഉണ്ടായി. മുനമ്പം വിഷയത്തിൽ ഹൈബിക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് കൂടുതലും ഉയരുന്നത്. ഈ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അല്പം വൈകാരികമായിട്ടാണ് ഹൈബി ലോക്സഭയിൽ പ്രസംഗിച്ചത്. ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമമെന്ന് ഹൈബി ഈഡൻ എംപി ചൂണ്ടിക്കാട്ടി. വഖഫ് ബില്ലിനുമേൽ ചർച്ച പുരോഗമിക്കവെയായിരുന്നു ഹൈബി ഈഡൻ തന്റെ ഈ പ്രതികരണം നടത്തിയതും. മുനമ്പം എന്നത് യഥാർത്ഥത്തിൽ BJPക്ക് രാഷ്ട്രീയ വിഷയം മാത്രമാണ്. പക്ഷെ തനിക്ക് മുനമ്പം വ്യക്തിപരമായ വിഷയമാണെന്നും ഹൈബി ഈഡൻ വെളിപ്പെടുത്തി. താനും മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്നുള്ള വ്യക്തിയാണ്. ഞാനും അവരിൽ ഒരാളാണെന്നും ഹൈബി തുറന്നു പറഞ്ഞു. ഈ ബില്ല് വഴി മുനമ്പത്തുകാർക്ക് എങ്ങനെ ഭൂമി തിരിച്ചു കിട്ടുമെന്ന് വ്യക്തമാക്കുകയും വേണം. കേരളത്തിലെ മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങളെ അകറ്റാനാണ് BJP കൂടുതലും ശ്രമിക്കുന്നത്. മണിപ്പൂർ കത്തിയപ്പോൾ CBCI പറഞ്ഞത് സർക്കാർ എന്തുകൊണ്ടാണ് കേൾക്കാതിരുന്നത്? ആംഗ്ലോ ഇന്ത്യൻ സംവരണം ഇല്ലാതാക്കിയ സർക്കാരാണിതെന്നും ഹൈബി ശക്തമായി കുറ്റപ്പെടുത്തി. എന്നാൽ ഹൈബി ഈഡന് മറുപടിയായി മന്ത്രി ജോർജ് കുര്യനും രംഗത്തെത്തിയിരുന്നു. കോൺഗ്രസുകാർ 2014 ഇടുക്കി ബിഷപ്പ് ഹൗസ് ആക്രമിച്ച കേസ് പരാമർശമായിരുന്നു ജോർജ് കുര്യൻ തന്റെ ഈ പ്രതികരണം നടത്തിയത്. 2021 പാലാ ബിഷപ്പ് ഹൗസ് PFI ആക്രമിച്ചിരുന്നു. അന്ന് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ബിഷപ്പിനെതിരെ കേസ് എടുക്കണമെന്നാണ്. നരേന്ദ്രമോദിക്ക് മാത്രമേ മുനമ്പത്തുകാരെ രക്ഷിക്കാൻ സാധിക്കൂ എന്നും ജോർജ് കുര്യൻ പറയുകയുണ്ടായി. കേരളത്തിലെ ബിഷപ്പുമാർ മോദിയെ കാണാനായി എത്തുകയാണ്. നിങ്ങൾ വടക്കോട്ട് നോക്കിയിരിക്കൂ എന്നും ജോർജ് കുര്യൻ ശക്തമായി പരിഹസിച്ചു. പക്ഷെ ജോർജ് കുര്യൻ ഇടപെട്ട് സംസാരിച്ചതിനെ KC വേണുഗോപാൽ വിമർശിക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് ജോർജ് കുര്യൻ സംസാരിച്ചതെന്നും KC വേണുഗോപാൽ ചോദിക്കുകയുണ്ടായി. മന്ത്രി എന്ന നിലയിൽ ജോർജ് കുര്യൻ സംസാരിക്കണമെന്നായിരുന്നു ചെയറിന് നൽകിയ മറുപടി. പക്ഷെ വഖഫ് നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് UDF എംപിമാരായ ഹൈബി ഈഡന്റെയും ഡീൻ കുര്യാക്കോസിന്റെയും ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തി. കൊച്ചി കലൂരിൽ നിന്ന് ഹൈബി ഈഡന്റെ ഓഫീസിലേക്കായിരുന്നു ഈ മാർച്ച് നടന്നത്. ഇടുക്കിൽ ചെറുതോണിയിലുള്ള ഡീൻ കുര്യാക്കോസിന്റെ ഓഫീസിലേക്കായിരുന്നു മാർച്ച് നടന്നിരുന്നത്. വഖഫ് അധിനിവേശത്തെ തുടർന്ന് കിടപ്പാടം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നിൽക്കുന്ന മുനമ്പം ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച കേരളത്തിൽ നിന്നുള്ള UDF LDF എംപിമാർ പാർലമെന്റ് വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കുന്നത് മുനമ്പം ജനതയോട് ചെയ്യുന്ന വഞ്ചനയാണെന്നും BJP ദേശീയ കൗൺസിൽ അംഗം ഡോക്ടർ KS രാധാകൃഷ്ണൻ ശക്തമായി തന്നെ ചൂണ്ടിക്കാട്ടി. കലൂർ മെട്രോ സ്റ്റേഷന് മുന്നിൽ നിന്നും ഹൈബി ഈഡന്റെ ഓഫീസിലേക്ക് ആരംഭിച്ച BJP മാർച്ചിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS ഷൈജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ BJPയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുത്തിരുന്നു. ഇടുക്കി സൗത്ത് ജില്ലാ കമ്മിറ്റിയാണ് ഡീൻ കുര്യാക്കോസിന്റെ ഓഫീസിലേക്ക് മാർച്ച് പ്രധാനമായിട്ടും നടത്തിയത്.